പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഓപ്പൺ സർവകലാശാല യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിന് തമിഴ്നാട് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കർണാടകയ്ക്ക് കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയും നിലവിൽ വന്നിട്ട് വർഷങ്ങളായെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ഓപ്പൺ സർവകലാശാല വൈകിയാണെങ്കിലും യാഥാർത്ഥ്യമായതിൽ നമുക്ക് അഭിമാനിക്കാം. ക്ലാസ്സിൽ പോയി പഠിക്കാൻ സാഹചര്യം അനുവദിക്കാത്തവർക്കും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവർക്കും എല്ലാവിധ അംഗീകാരങ്ങളുമുള്ള UG PG കോഴ്സുകൾ വിജയിക്കാൻ മികച്ച അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദയാവിഷൻ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള മലയാളികൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പൊതുവായ ചില സംശയങ്ങളുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, PSC അംഗീകൃതമാണോ? തീർച്ചയായും. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 28ഓളം വരുന്ന കോഴ്സുകൾ UGC അംഗീകൃതമായതുകൊണ്ട് തന്നെ കേരള PSCയും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഉപരിപഠനത്തിന് മൂല്യമുള്ളതുമാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ. 2, പരീക്ഷാ രീതി എങ്ങനെയാണ്? സെമസ്റ്റർ പാറ്റേണിലാണ് പരീക്ഷ ഉണ്ടാവുക. ഓരോ സെമസ്റ്ററിനും അസൈൻമെൻറ്റ് സമർപ്പിക്കേണ്ടതാണ്. അസൈൻമെൻറ്റ് എന്ന് കേട്ട് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. അസൈൻമെൻറ്റ് ഉൾപ്പെടെയുള്ള പഠന പ്രക്രിയയിൽ ദയാവിഷൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതായിരിക്കും. 3, ഈ സർട്ടിഫിക്കറ്റ് വെച്ച് വിദേശ ഉപരിപഠനം സാധ്യമാണോ? തീർച്ചയായും. വിദേശത്ത് ജോലിക്കും ഉപരിപഠനത്തിനും മൂല്യമുള്ള സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നത്. പല വിദ്യാർത്ഥികളും പൊതുവെ ചോദിക്കുന്നൊരു സംശയമാണ് ഡിഗ്രി കോഴ്സ് 4 വർഷമാക്കിയോ അതോ 3 വർഷം മാത്രമാണോ എന്നുള്ളത്. യഥാർത്ഥ വസ്തുത എന്തെന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില കോഴ്സുകൾ 4 വർഷത്തേക്ക് ലഭ്യമാണെങ്കിലും വിദ്യാർത്ഥിയുടെ ആവശ്യമനുസരിച്ച് 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാവുന്നതാണ്. വേണമെങ്കിൽ 1 വർഷം കൂടെ നീട്ടിയെടുത്ത് ഹോണേഴ്സ് ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റ് നേടാമെന്ന് മാത്രം. പലർക്കും ഈ സാങ്കേതിക പദം ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ വിശദീകരിക്കാം. ഉദാഹരണത്തിന് BA സോഷ്യോളജി. BA സോഷ്യോളജി 4 വർഷ കോഴ്സായാണ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ 4 വർഷത്തെ ഡിഗ്രി താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ ഡിഗ്രി മൂല്യമുള്ള സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. ഇനി യൂണിവേഴ്സിറ്റിയുടെ പൊതുവായ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും പരീക്ഷാ സെൻറ്റർ ലഭ്യമാണ്. സെമസ്റ്റർ വൈസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ 6 മാസം കൂടുമ്പോൾ എക്സാമും 6 മാസം കൂടുമ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. വിദ്യാർത്ഥികളെ സഹായിക്കാനായി എല്ലാ ജില്ലകളിലും ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദയാവിഷനിൽ നിന്ന് ലഭ്യമാവുന്ന സേവനങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ കോഴ്സുകളും ഓൺലൈൻ വഴി മാത്രമേ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓൺലൈൻ വഴി അഡ്മിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായ വിദ്യാർത്ഥികൾക്ക് എല്ലാ കോഴ്സുകളുടെയും ഓൺലൈൻ അഡ്മിഷൻ എടുക്കാൻ ദയാവിഷൻ സഹായിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ചില വിഷയങ്ങളിലെ അസൈൻമെൻറ്റ് തയ്യാറാക്കാനും ദയാവിഷൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ്. പരീക്ഷാ തീയതി, പരീക്ഷാ ഫീസ് അടയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ദയാവിഷൻ്റെ സഹായം ലഭ്യമാണ്. BA സൈക്കോളജി, BA സോഷ്യോളജി, BCom, BBA, MCom തുടങ്ങിയ കോഴ്സുകൾക്ക് ഓൺലൈനായി ദയാവിഷൻ മുഖേന ക്ലാസുകൾ ലഭ്യമാണ്. ലോകത്ത് എവിടെയിരുന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസുകൾ കേൾക്കാവുന്നതാണ്. ഓരോ വിഷയത്തിനും ദയാവിഷൻ്റെ കൃത്യമായ മെൻറ്റർ ഉണ്ടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ദയാവിഷനെ കോൺടാക്റ്റ് ചെയ്യുക.